സദസ്സുണ്ടാവുമ്പോൾ നിക്കാഹ് കേൾക്കാനും കാണാനൊക്കെ വന്ന ആളുകൾക്ക് ആ വാചകം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാലൊരു സമാധാനം ഉണ്ടാവും അവർക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സുന്നത്തുണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇത് എനിക്ക് പറയാനാണ്. അപ്പൊ വേഗം അയാൾ തന്നു. ഞാനത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാചകം പറഞ്ഞു കൊടുത്തു. അതേ സമയത്ത് വരനും അതുപോലെ വധുവിന്റെ രക്ഷിതാവും അവർക്കത് ഉപയോഗിക്കാൻ വേണ്ടി ഞാനോട്ട് പറഞ്ഞതുമില്ല. കാരണം അത് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ എവിടെയും പ്രശ്നങ്ങളില്ലാതെയും ആരുടെ മനസ്സിനും വിഷമമില്ലാതെയുമാണല്ലോ ഏത് കാര്യവും കൊണ്ടുപോകേണ്ടത്. അതല്ലേ ശരി, അതല്ലേ ബുദ്ധി. ഒരിക്കലും സന്തോഷത്തിന്റെ സമയങ്ങളിൽ ദുഃഖമുണ്ടാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും നയവും ശൈലിയും ഉണ്ടാകാതിരിക്കുകയല്ലേ ഭംഗി. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മൈക്ക് എന്ന വസ്തു അത് പിൽക്കാലത്തുണ്ടായ ഒരു സാധന. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്തുള്ള ശാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ആർക്കും തർക്കമില്ലാത്ത ഒരു പണ്ഡിതനാണ്. ശാഫിഈ മദ്ഹബിലോ പുറത്തോ ആർക്കും ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു ബിദ്അത്തിന്റെ ആരോപണം, ഒരു പുത്തൻവാദത്തിന്റെ ആരോപണം ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അതേപോലെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിലുള്ള അക്കാലത്തും പിൽക്കാലത്തുമുള്ള ഒരു പണ്ഡിതനും ഒരാക്ഷേപവും സംസാരിച്ചിട്ടില്ല. അതേസമയത്ത് വേറെ ചില പണ്ഡിതന്മാരുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ മദ്ഹബിൽ തന്നെയുള്ള പണ്ഡിതന്മാർ, അവരുടെ ശിഷ്യന്മാരായ പണ്ഡിതന്മാർ, കൂടെ ജീവിച്ചവരും വളരെയേറെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ള വേറെ ചില പണ്ഡിതന്മാരുണ്ട്. ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അങ്ങനെയല്ല. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ സംബന്ധിച്ച് ഒരാൾക്കും ആ കാലഘട്ടത്തിലോ ശേഷമോ ഒരെതിരഭിപ്രായം ഉണ്ടായിട്ടില്ല. പിൽക്കാലത്ത് പുത്തൻവാദികൾ വന്നപ്പോ അവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പോലും സാധാരണക്കാരനാണെന്ന് പറയുന്നവരും, ഉമർ ഇബ്നുൽ ഖത്താബിനെ പിഴച്ചുപോയി 20 റക്അത്ത് പിഴച്ചുപോയി എന്ന് പറയുന്നവരും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി 2 ബാങ്ക് കൊടുത്തിട്ട് ജമാഅക്ക് എന്ന് പറയുന്നവരൊക്കെയാണല്ലോ. അവർ പിന്നെ ഇബ്നു ഹജറുൽ ഹൈതമി ഒരു പ്രശ്നമായിട്ട് തോന്നൂലല്ലോ. അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെ തെറ്റായ ആശയങ്ങൾ പറയുന്നവരാണല്ലോ. അതുകൊണ്ട് അവരെ മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച മഹാപണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ എന്ന പേര് വരാൻ കാരണം ഉപ്പാപ്പ 120 വയസ്സോളം ജീവിച്ച ആളായിരുന്നു. ബഹുമാനപ്പെട്ടവർ സംസാരം വളരെ കുറവാണ്. ഖുർആനോത്തും ദിക്റും ഇബാദത്തും ഒക്കെ ധാരാളമുണ്ട്. ആവശ്യത്തിന് സംസാരിക്കും, ആവശ്യമില്ലാതെ സംസാരിക്കൂല. അതുകൊണ്ട് ആ കാരണത്താലാണ് ഹജർ, കല്ല് എന്നർത്ഥം വരുന്ന പേര് മഹാനവറുകളെ വിളിക്കപ്പെട്ടത്. ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ബാപ്പ നേരത്തെ തന്നെ വഫാത്തായി പോയിരുന്നു. ഉപ്പാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഉപ്പാപ്പ 120 വയസ്സോളം ജീവിച്ചിരുന്നു. ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഉപ്പാപ്പയുടെ ഗുരുനാഥന്മാരായ ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു, ശംസുസ് നാബി റളിയല്ലാഹു അൻഹു, ആ 2 പണ്ഡിതന്മാരുടെ ശിഷ്യത്വത്തിന് കീഴിലാണ് ആദ്യമായി തന്നെ വളർന്നു വന്നത്. ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു വലിയ സൂഫി വര്യനായ, വലിയ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനായിരുന്നു. ആ ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വലിയ പൊരുത്തമാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു കിട്ടിയ വലിയ ഒരു സമ്പാദ്യം. മഹാനവറുകൾക്ക് അസൂയക്കാരുണ്ടായിരുന്നു. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളോടുള്ള അസൂയ കാരണത്താൽ ഈജിപ്തിൽ വെച്ച് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാമിഉൽ അസ്ഹർ എന്ന് പറയുന്ന സ്ഥാപനം. അങ്ങനെ അവിടെ പഠിക്കുന്ന കാലത്ത് കുറെ അസൂയക്കാരുണ്ടായിരുന്നു. അവരെ കൊണ്ട് വലിയ ശല്യമുണ്ടായിരുന്നു. ആ ശല്യം നടത്തപ്പോൾ മഹാനായ വലിയ ഖുതുബായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ സമീപത്ത് കൊണ്ടുപോയി സൂഫി വര്യനായ ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു ആ ശല്യം ചെയ്ത ആളുകളെ അടിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു വലിയ സൂഫിയായിരുന്നു. കള്ള സൂഫികളോട് വലിയ എതിർപ്പുള്ള ആളുമായിരുന്നു. അതുകൊണ്ടാണ് മഹാനവറുകൾ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്നെ അവിടുത്തെ ഫതാവയിൽ പറയുന്നുണ്ട്,
ഒരു പള്ളിയിൽ ഞങ്ങൾ കടന്നപ്പോൾ, ദിമ്യാത്തിലുള്ള പള്ളി എന്നാണ് എൻ്റെ ഓർമ്മ, മഹാനായ ശൈഖ് അവറുകളുമുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ വേറൊരു കള്ള ശൈഖ് വന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളും ദിക്റിലാണ് കുറെ അപ്പുറത്തും. അദ്ദേഹം ചില അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു കള്ള സൂഫിയാണ്. ആ ചങ്ങാതിയെ കണ്ടപ്പോ ഉസ്താദ് അവറുകൾക്ക് മനസ്സിൽ വല്ലാത്ത വിഷമം. ഇവന്റെ ഈ അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ പിഴപ്പിക്കുന്നുണ്ടല്ലോ, അഖീദ പിഴപ്പിക്കുന്നുണ്ടല്ലോ എന്ന വിഷമം. ആ വിഷമത്തോടെ ഉസ്താദ് അവറുകൾ ദിക്ർ ഹൽക്കയൊക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഹൽക്ക കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ ദിക്ർ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരും ഉണ്ട്. അപ്പോഴാണ് ഇബ്നു അബിൽ ഹമായ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവറുകൾ കാലിന് ധരിച്ച മെതിയടിയുണ്ട്, ആ മെതിയടിയോട് പറഞ്ഞു, ആ ആള് അദ്ദേഹം വ്യാജനാണെങ്കിൽ പോയി കൊടുക്കൂ അവന്റെ തലക്ക്, അല്ലെങ്കിൽ അവന്റെ പെരടിക്ക് അടി കൊടുക്കൂ, എന്നിട്ട് അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കൂ. പറഞ്ഞു തീരേണ്ട താമസം കാലിന്റെ മെതികടി ഓടിച്ചെന്ന് ആ വ്യാജ ശൈഖിനെ പള്ളിയിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ഫതാവൽ ഹദീസിൽ ആ സംഭവം പറയുന്നുണ്ട്. ആ ഇബ്നു അബിൽ ഹമായ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയ പൊരുത്തം കിട്ടിയ, എല്ലാ ഉസ്താദുമാരുടെയും വലിയ പൊരുത്തം കിട്ടിയ മഹാപണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു. അവിടുത്തെ വേറൊരു ഗുരുനാഥനാണ് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു. സക്കരിയ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു എപ്പോഴും മഹാനവറുകൾ കാണുമ്പോഴൊക്കെ പറയും, അസ്അലുല്ലാഹ അൻ യുഫഖിഹക ഫിദ്ദീൻ, നിങ്ങളെ അല്ലാഹു ഒരു വലിയ പണ്ഡിതനാക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. ആ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അസംഖ്യം കിതാബുകളുണ്ട്. ആ കിതാബുകളിൽ ഒന്നും ഈ മൈക്കിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞത് കാണൂല. കാരണം മൈക്ക് എന്ന സാധനം അന്ന് ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് ഈ മൈക്ക് എന്ന ഉപകരണത്തെ സംബന്ധിച്ചൊന്നും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വരൂല എന്നായിരുന്നു അവരുടെ വിശ്വാസം എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. അവരെല്ലാം വലിയ വലിയ ആലിമീങ്ങളാണ്, അവർ ഹദീസുകൾ പഠിച്ചവരാണ്. ഇന്നിപ്പോൾ നമ്മൾ പ്ലെയിനിൽ കയറി പോകുന്നുണ്ട്. ആ പ്ലെയിനിൽ കയറി പോകുമ്പോൾ പ്ലെയിനിലെ നിസ്കാരത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള നിയമങ്ങൾ അവരെഴുതി വെച്ച കിതാബുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മൈക്ക് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ് മൈക്ക് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല എന്ന അഭിപ്രായം പറഞ്ഞത്. ഞാൻ അത് പറയലല്ല എന്റെ ലക്ഷ്യം. ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഈ മൈക്ക് സെറ്റ് എന്നത് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോ അതിന്റെ സട്ടാവാരാണ്? അതിന്റെ സട്ടാവ് അല്ലാഹുവാണ്, അല്ലാതെ കുറെ യന്ത്രം കണ്ടുപിടിക്കുന്ന ആളുകൾ അല്ല. കാരണം ഈ മൈക്ക് സെറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ ഇരുമ്പാണെങ്കിലും പിത്തളയാണെങ്കിലും അലൂമിനിയം ആണെങ്കിലും റബ്ബറാണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും അതെല്ലാം സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ആ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ എടുത്തുകൊണ്ടൊരു മൈക്ക് സംഘടിപ്പിച്ചതാണ്. അത് സംഘടിപ്പിക്കാനുള്ള ബുദ്ധി കൊടുത്തവൻ അല്ലാഹുവാണ്. അത് ഖൽബിൽ തോന്നിപ്പിച്ചു കൊടുത്തവൻ അല്ലാഹുവാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യവും ഉദ്ദേശിക്കാൻ തന്നെ ഒരാൾക്കും കഴിയില്ല. ആകയാൽ ഈ മൈക്ക് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഇനി പ്ലെയിൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അവിടുത്തെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാം, വയഖ്ലുഖു മാ ലാ തഅലമൂൻ. വാഹനങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ കഴുതയും ഗോവർ കഴുതയും ഒട്ടകവും ഒക്കെ പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത പലതും അല്ലാഹു തആല പിന്നീട് സൃഷ്ടിക്കുന്നുണ്ട്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഖുർആൻ ഇറങ്ങുമ്പോൾ പ്ലെയിനില്ല, കാറില്ല, ഓട്ടോറിക്ഷയില്ല, സൈക്കിളില്ല. പക്ഷേ ഖുർആൻ പറയുന്നു, അന്നത്തെ കാലത്തുള്ള വാഹനങ്ങൾ എണ്ണിയ സ്ഥലത്താണ് പറയുന്നത്, നിങ്ങൾക്കറിയാത്തത് അല്ലാഹു സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിന്റെ തഫ്സീർ ഏകദേശം 500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ജലാലൈൻ നോക്കിയാൽ മുതഅല്ലിമീങ്ങൾക്ക് കാണാം,
എഴുതി വെക്കുകയാണ് മിനൽ അശ്യാഇൽ അജീബത്തിൽ ഗരീബത്തി, അത്ഭുതകരമായ ആശ്ചര്യജനകമായ വളരെ ആശ്ചര്യം തോന്നുന്ന അത്ഭുതകരമായ ഇന്ന് നമുക്കാർക്കും പരിചയമില്ലാത്ത വലിയ അത്ഭുതകരമായ വാഹനങ്ങൾ പിൽക്കാലത്ത് വരുമെന്നാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് 500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് സൈക്കിള് പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാണ് ഖുർആൻ അറിയുന്നവർ, അവരാണ് ഖുർആനിന്റെ തഫ്സീർ അറിയുന്നവർ, അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ മിസ്കാത്ത് പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. ആയിരക്കണക്കിന് കൊല്ലം, അതെ 1000 കൊല്ലത്തിലധികം പഴക്കമുള്ള ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രാവിലെ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ വന്നാൽ അവൻ പോയതിന് ശേഷം വീട്ടിൽ എന്തെല്ലാമാണ് സംഭവിച്ചത്, ആരെല്ലാമാണ് സംസാരിച്ചത്, എന്തൊക്കെയാണ് സംസാരിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം ചെരിപ്പ്, വടി പോലെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ ഒപ്പിയെടുത്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടം വന്നതിന് ശേഷമല്ലാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. സുഹൃത്തുക്കളെ, ഇത് പറയുന്ന കാലത്ത് ഒരു ക്യാമറയും കണ്ടുപിടിച്ചിട്ടില്ല. അത് പറയുന്ന കാലത്ത് അതേ ടൈപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വസ്തു കണ്ടുപിടിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു ഉപകരണവും ഒരു ക്യാമറയും ഒരു റഡാറും ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് നല്ല, അത് കണ്ടുപിടിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ജീവനില്ലാത്ത വസ്തുക്കൾ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഒപ്പിയെടുത്ത് വൈകുന്നേരം പറഞ്ഞു കൊടുക്കും. വരുന്ന ആൾക്ക് വീട്ടിൽ നിന്ന് പോയാൾ തിരിച്ചു വന്നാലെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് കൊടുക്കുന്ന നുബുവത്തിന്റെ വകയിൽ അല്ലാഹു തആല കൊടുത്ത അറിവാണ്. ഇന്ന് രാവിലെ ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരി ഓതി കൊടുത്തപ്പോൾ അതിൽ കണ്ട ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തുഫ്തഹുൽ യമൻ, അതേ യമൻ, യമൻ എന്ന് പറയുന്ന പ്രദേശം ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ വരുന്നതാണ്. വന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത്, പിന്നീട് വരുന്നതാണ്. അതേപോലെ പറയുന്നു ഷാം, അതും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരുന്നതാണ്. ഇറാഖ് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി പറയുന്നു, അങ്ങനെ വരുമ്പോൾ അവിടേക്ക് മദീനയിലുള്ള ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന കുറെ ആളുകൾ ഉണ്ടാകും. എന്നാൽ അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, മദീന അവർക്ക് ഖൈറാണ്. അവർ മനസ്സിലാക്കുകയാണെങ്കിൽ മദീനയേക്കാൾ മഹത്വമുള്ള, മദീനയേക്കാൾ ബർക്കത്തുള്ള, മദീനയേക്കാൾ സ്ഥാനമുള്ള വേറൊരു ഇറാഖുമില്ല, യമനുമില്ല, ഷാമുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാടുകളെല്ലാം ഇസ്ലാമിക ഭരണത്തിൽ വരുമെന്ന് മുൻകൂട്ടി പറയുകയാണ്. എന്ന് മാത്രമല്ല, അവിടേക്ക് ജനങ്ങളെ, കുടുംബങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടാകുമെന്നത് വരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണാം. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. പിൽക്കാലത്ത് വരുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ഖുർആനും ഹദീസും പഠിപ്പിച്ച എത്ര കാര്യങ്ങളുണ്ട്. അതൊരു മനുഷ്യൻ ചിന്തിക്കാനും പഠിക്കാനും ഒരുങ്ങിയാൽ ഖുർആനിലുള്ള വിശ്വാസം വർദ്ധിക്കും കേട്ടോ, നബിതങ്ങളുള്ള വിശ്വാസം വർദ്ധിക്കും കേട്ടോ, ഈമാൻ വർദ്ധിക്കും കേട്ടോ. ഇപ്പോൾ എന്താണ് ഇസ്ലാമെന്നോ, എന്താണ് ഹബീബ് നബിതങ്ങൾ പഠിപ്പിച്ചതെന്നോ, ഖുർആൻ പഠിപ്പിച്ചതെന്നോ ഒന്നും പഠിക്കാത്ത ചിലർ ഇസ്ലാമിന്റെ വിമർശകരായി ഇറങ്ങി ചെറുപ്പക്കാരെ ഈമാൻ നശിപ്പിക്കുന്നത് കാണുമ്പോ വേദനയുണ്ട് കേട്ടോ.
മനുഷ്യൻ ഏറ്റവും വലിയ അപകടത്തിൽ ചാടിപ്പോകുന്നത് വിവരക്കേട് കൊണ്ടാണ്. ആ വിവരക്കേട് കൊണ്ട് മതത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ കാണുമ്പോൾ വേദനിക്കുക എന്നത് പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബിൽ ഹമായിൽ റളിയല്ലാഹു അൻഹു അങ്ങകലെ ഒരു വ്യാജനായ ശൈഖ് വന്നിട്ട് ജനങ്ങളെ പിഴപ്പിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ കറാമത്തിലൂടെ അതാ സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇബ്നു അബിൽ ഹമായിൽ റളിയല്ലാഹു അൻഹുവിന്റെയും സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെയും എല്ലാം ശിഷ്യനാണ് ഇബ്നു ഹജറുൽ ഹൈതമി. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വിവരം കെട്ട ചിലർ ഇപ്പോൾ പക്ഷപാതിയാണെന്നും സുന്നിയല്ലെന്നും പറയുന്നത് വരെ കേൾക്കാൻ സാധിച്ചു. കാരണം വിവരക്കേടിന് എന്ത് മരുന്നാണ്? അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഈ സംസാരിക്കുന്ന എന്റെ സംസാരം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഞാൻ ആ സംസാരവുമായി ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് സൃഷ്ടിച്ചു തരുന്നവൻ അല്ലാഹുവാണ്, ഞാനല്ല. കാരണം എനിക്കറിയില്ല സംസാരത്തിന് ശബ്ദമുണ്ടാകണമെങ്കിൽ അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ ശരീരത്തിൽ ഏത് നാഡി ഞരമ്പുകളാണ് ചലിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഏതാണ് ചലിക്കാതിരിക്കുന്നത് എനിക്കറിയില്ല. അതറിയുന്നവനും അത് ചലിപ്പിക്കുന്നവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. ആകയാൽ സർവ മനുഷ്യരുടെയും സർവ സൃഷ്ടികളുടെയും അധിപൻ അല്ലാഹുവാണ്. ആ അധിപനായ അല്ലാഹുവിന്റെ അടിമകളാണ് മനുഷ്യർ, ആരും ഉടമസ്ഥന്മാരല്ല.